प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫൂൽ കവിതയുമായിട്ടാണ്. കവിത എഴുതിയിരിക്കുന്നത് ഡോക്ടർ രാംദാസ് മിശ്ര എന്ന കവിയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഉൻക ജന്മ 15 ആഗസ്റ്റ് 1924. 1924 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. ഡോക്ടർ രാംദാസ് മിശ്ര ഹിന്ദിക്ക് പ്രതിഷ്ഠിത സാഹിത്യകാർ ഹെ. ഹിന്ദിയിലെ വളരെ പ്രശസ്തനായ സാഹിത്യകാരനാണ്. വേ സമർത്ഥ് കവി, ഉപന്യാസ്കാർ ഔർ കഹാനികാർ ഹെ. അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു കവിയും നോവലിസ്റ്റും അതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്ററും ആണ്. ഉൻക ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. അദ്ദേഹത്തിൻ്റെ ജനനം ഉത്തർപ്രദേശിലാണ്. പഗ് ഗയി ഹെ ധൂപ്, ബാരിഷ് മേ ഭീഗത്തെ ബच्चे, പാനി കെ പ്രാചീർ, ജൽ ടൂട്ടता हुआ आदि उनकी प्रमुख रचनाएं हैं. पल गई है धूप, बारिश में भीगते बच्चे, പാനി കെ പ്രാചീർ, ജൽ ടൂട്ടता हुआ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. വ്യാസ് സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സേവേ സമ്മാനിത് ഹെ. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ വ്യാസ് സമ്മാനുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് വരാം. डॉक्टर रामदास मिश्र. बाजार में सजा प्लास्टिक के फूलों का उद्यान, क्या गजब की रगत है, जैसे बिना मौसम बहार आई आ गई हो. न मिट्टी गोड़ने की समस्या, न खाद न पानी, न चिड़ियों से रखवाली, न मौसम का इंतजार. एक ही भाव से हमेशा दहकते रहते हैं ये फूल. मैं इन्हें देर तक देखता रहा, फिर आंखों में उतरा गए चुभते हुए से अपने आंगन के खिलते मुरझाते फूल. कर पहुँचते ही उन्हें उखाड़ फेंका और दहकते हुए बाजार को सजा दिया. घर के पूरे अंतराल में दिन बीते, महीने बीते, मौसम बीते, सारा घर एक रस इन रंगों में डूबा रहा. हवाओं ने कहा हमें गंध चाहिए, मैं चुप रहा. मधुमक्खियों ने कहा हमें रस चाहिए, मैं चुप रहा. तितलियों ने कहा हमें कोमल स्पर्श चाहिए, मैं चुप रहा. माँ ने कहा मुझे पूजा के लिए फूल चाहिए, मैं चुप रहा. पत्नी ने कहा मुझे वेणी के लिए फूल चाहिए, मैं चुप रहा. लेकिन जब बच्चे ने कहा बापू मुझे फूल चाहिए फूलों की पहचान के लिए, तो मैं चुप न रह सका. हृदय हाहाकार कर उठा. हाय, मैंने क्या कर दिया कि बच्चे फूलों की पहचान से वंचित हो गए. मैंने प्लास्टिक के सारे फूल तोड़ डाले और भावड़ा लेकर अपने आंगन की मिट्टी से जूझने लगा. मिट्टी मुस्कुराई, हवा खिलखिलाई, जल कल 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 गाने लगा. यह कविता प्राकृतिक फूलों और बाजार में बिकने वाले प्लास्टिक के फूलों के बीच के अंतर को दर्शाती है. ഈ കവിത പ്ലാസ്റ്റിക് പൂക്കളും പ്രാകൃതിക പൂക്കളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിലെ ആദ്യത്തെ വരി നമുക്കൊന്ന് നോക്കാം. ബാസാർ മേ സജ പ്ലാസ്റ്റിക് കെ ഫൂലോം കാ ഉദ്യാൻ. കവി ഒരു മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. അവിടെ എന്താണ് കാണുന്നത്? അവിടെ പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു ഉദ്യാനം കാണുകയാണ്. നമ്മളൊക്കെയും കാണാറുണ്ടല്ലേ. ക്യാ ഗജബ് കി രംഗത്ത് ഹേ. ഗജബ് എന്ന് പറഞ്ഞാൽ വിസ്മയം എന്നാണ്. രംഗത്ത് വർണ്ണഭംഗി. എത്ര വിസ്മയകരമായ വർണ്ണഭംഗിയാണ് അവിടെ കാണുന്നത്. അത് കണ്ടിട്ട് കവിക്ക് എന്താണ് തോന്നുന്നത്? ജയ്സെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ എന്ന് പറഞ്ഞാൽ, മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ബഹാർ എന്ന് പറഞ്ഞാൽ വസന്തം. അതായത് വസന്തകാലത്തിൻ്റെ ഒരു പ്രത്യേക സീസൺ ഉണ്ടല്ലേ. പൂക്കളുടെ കാലമാണ് വസന്തകാലം എന്ന് പറയുന്നത്. അപ്പം വസന്തകാലം അല്ലെങ്കിൽ പൂക്കളുടെ കാലം വരുന്നതിന് മുന്നേ തന്നെ, ആ കാലാവസ്ഥ ആകുന്നതിന് മുമ്പ് തന്നെ വസന്തകാലം വന്നതുപോലെയാണ് ഈ പ്ലാസ്റ്റിക് പൂക്കളെ കാണുമ്പോൾ കവിക്ക് അനുഭവപ്പെട്ടത്. കവി कहता है कि बाजार में प्लास्टिक के फूल बहुत ही आकर्षक लगते हैं, जैसे बिना मौसम के ही बहार आई हो. न मिट्टी गोड़ने की समस्या, न खाद न पानी, न चिड़ियों से रखवाली, न मौसम का इंतजार. एक ही भाव से हमेशा दहकते रहते हैं ये फूल. ഇനി പ്ലാസ്റ്റിക് പൂലിൻ്റെ
പ്ലാസ്റ്റിക് പൂക്കളുടെ പ്രത്യേകതകളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ന മിട്ടി, അവിടെ മണ്ണിൻ്റെ ആവശ്യമില്ല. ന മിട്ടി ഗോഡിനേക്ക് സമസ്യ, മണ്ണ് കിളയ്ക്കേണ്ട യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. ന ഖാദ്, വളങ്ങളിടണ്ട. ന പാനി, വെള്ളമൊഴിക്കണ്ട. ന ചിടിയോം സെ രഖ്വാലി, പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ വന്നിരുന്ന് പൂക്കളെയും ചെടികളെയും നശിപ്പിക്കുന്നു അല്ലേ. പക്ഷികളാണെങ്കിൽ ഇലകൾ കൊത്തിത്തിന്നും, ചിത്രശലഭങ്ങളാണെങ്കിൽ പൂക്കളിൽ നിന്ന് തേൻ നുകരും. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ന മൗസം ക എന്തസാർ, കാലാവസ്ഥയ്ക്കനുസരിച്ച് പൂക്കൾ വിരിയുന്നത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഏക് ഹി ഭാവ് സെ ഹമേശ ദഹക്കത്തെ രഹത്തെ ഹേ യേ ഫൂൽ, ഒരേ ഭാവത്തിൽ ഈ പൂക്കൾ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഏക് ഹി ഭാവ് സെ ഹമേശ ദഹക്കത്തെ രഹത്തെ ഹേ, ദഹക്കനാന്ന് പറഞ്ഞാൽ ജ്വലിക്കുക എന്നാണ്. എപ്പോഴും ഒരേ ഭാവത്തിലാണ് ഈ പൂക്കൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അവയ്ക്ക് നിറമാറ്റമൊന്നുമില്ല അല്ലേ, എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. फिर आंखों में उतरा गए ചുവത്തെ ഹുയേ സെ അപ്പനെ ആങ്കൻ കെ ഖിൽത്തെ മുറിച്ചാത്തെ ഫൂൽ, അവയെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം കവിയുടെ കണ്ണുകളിലേക്ക് ഒരു കാഴ്ച ഇറങ്ങി വന്നു. ആങ്കോമേ മുതരാകയെ, എൻ്റെ കണ്ണുകളിലേക്ക് ഒരു കാഴ്ച ഇറങ്ങി വന്നു. ഏത് കാഴ്ചയാണ് ഇറങ്ങി വന്നത്? ചുഫത്തെ ഹുയേസെ. ആ കാഴ്ച വന്നപ്പോൾ തന്നെ കവിക്കൊരു അല്പം വേദന തോന്നുകയാണ്. ചുഫന എന്ന് പറഞ്ഞാൽ കുത്തി മുറിവേൽപ്പിക്കുക എന്നാണ്. അപ്പോൾ കുത്തിക്കയറുന്നത് പോലെ, സാധാരണ പൂക്കൾക്കൊക്കെ റോസാപ്പൂവൊക്കെ ആണെങ്കിൽ മുള്ളുണ്ടല്ലേ, അതൊക്കെ മുള്ളുകളൊക്കെ ശരീരത്തിൽ തറച്ചു കയറാറുണ്ട്. അപ്പോൾ കവിയുടെ കണ്ണുകളിലേക്ക് ഈ കാഴ്ച ഇറങ്ങി വന്നപ്പോൾ അതെങ്ങനെ ഇറങ്ങി വന്നതാണ് കവിക്ക് തോന്നുന്നത്? ചുഫത്തെ ഹുയേസെ, അല്പം തറച്ചിറങ്ങി വന്നതുപോലെ തോന്നി. മുള്ളു തറയ്ക്കുന്നത് പോലെയാണ് ആ കാഴ്ചയെ ഓർമ്മ വന്നപ്പോൾ കവിക്ക് തോന്നിയത്. അപ്നെ ആങ്കൻ കെ ഖിൽത്തെ മുറിച്ചാത്തെ ഫൂൽ, ഏത് ദൃശ്യമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്? അപ്നെ ആങ്കൻ കെ ഖിൽത്തെ മുറിച്ചാത്തെ ഫൂൽ, എൻ്റെ സ്വന്തം മുറ്റത്തെ ആ വിടരുന്ന അല്ലെങ്കിൽ വാടിക്കൊഴിയുന്ന ആ പൂക്കളുടെ ദൃശ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാനിതിൻ്റെ ആശയം ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. प्लास्टिक के फूल की विशेषता क्या है? लेकिन वे फूल तो असली फूल नहीं है. उन्हें न तो मिट्टी की आवश्यकता है, न खाद की आवश्यकता है, न ही पानी की आवश्यकता है. पक्षियों से भी कोई खतरा उन्हें नहीं होता है. उन्हें मौसम बदलने का भी इंतजार नहीं करना पड़ा, क्योंकि उन पर मौसम का कोई असर नहीं होता. कवि कहते हैं कि ये प्लास्टिक के फूल हमेशा एक ही तरह से खिले और रंगीन दिखते रहते हैं. കവി പറയുന്നത് എന്താണ്? ഈ പ്ലാസ്റ്റിക് പൂക്കൾ എപ്പോഴും ഒരേ രീതിയിലാണ് വിടർന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഒരേ നിറത്തിലാണ് കാണപ്പെടുന്നതും. पर ये बेजान होते हैं, लेकिन इसकी विशेषता क्या है? इसमें तो जान नहीं है, ये बेजान होते हैं. ഇത് ജീവനില്ലാത്തതാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കവി ഉന്നെ ദേർ തക് ദേഖ്തേ രഹേ, കുറേ സമയത്ത് കവി ആ പൂക്കളെ നോക്കി നിന്നു എന്നാണ് പറഞ്ഞത്. फिर उन्हें अपनी आंखों में तो अपने आंगन में खिले हुए असली मुस्कुराते हुए फूल याद आए. इस प्रकार देखते समय उसकी आंखों में एक और दृश्य आया. अपने आंगन में खिले हुए असली मुस्कुराते हुए फूल याद आए. എൻ്റെ മുറ്റത്ത് വിരിയുന്ന നല്ല ഒറിജിനലായിട്ടുള്ള പുഞ്ചിരിക്കുന്ന ആ പൂക്കളുടെ ഓർമ്മയാണ് എനിക്കപ്പോൾ വന്നത്. घर पहुँचते ही उन्हें उखाड़ फेंका और दहकते हुए बाजार को सजा दिया. घर के पूरे अंतराल में दिन बीते, महीने बीते, मौसम बीते, सारा घर एक रस इन रंगों में डूबा रहा. ഇനി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? മാർക്കറ്റിലെ പൂവ് കണ്ടു അല്ലേ, ഒരു വസന്തം വന്നു നിൽക്കുന്നത് പോലെ ഉള്ള പൂക്കടയാണ് അദ്ദേഹം കണ്ടത്. അത് കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന ഉടനെ അദ്ദേഹം എന്താ ചെയ്തത്? ഖർ പഹുഞ്ചത്തേഹി ഉനേ ഉഖാട് ഫേങ്ക, വീട്ടിൽ വന്നതേ ഞാൻ അവയെ പിഴുതെറിഞ്ഞു. ഉഖാട് ഫേങ്കന എന്ന് പറഞ്ഞാൽ പിഴുതെറിയുക എന്നാണ്. എവയായിരിക്കും പിഴുതെറിഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ആ വെള്ളവും വളവും ഒക്കെ വേണ്ടുന്ന ആ ഒറിജിനൽ ചെടികൾ അല്ലെങ്കിൽ പൂക്കളെയാണ് പിഴുതെറിഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ മെനക്കെടാനായിട്ട് ഇനി സമയമില്ല അല്ലെങ്കിൽ മനസ്സില്ല. ഓർ ദഹക്കത്തെ ഹുയെ ബാസാർക്കോ സജാദിയ, എന്നിട്ട് ആ സ്ഥാനത്ത് എന്താണ് അദ്ദേഹം ചെയ്തത്? ദഹക്കത്തെ ഹുയെ ബാസാർക്കോ സജാദിയ, നല്ല ജ്വലിക്കുന്ന നല്ല തിളങ്ങുന്ന ആ മാർക്കറ്റിലെ പൂക്കളെ ഞാൻ അതേപടി ഇവിടെ കൊണ്ടുവന്ന് ഒരുക്കി വെച്ചു. ബാസാർക്കോ സജാദിയ എന്ന് പറഞ്ഞാൽ ബാസാർ സെ ലാത്തെ ഹുയെ ഫൂൽ സെ സജാദിയ, മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ കൊണ്ട് ഒരുക്കിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഘർക്കെ പൂരേ അന്തരാൾമേം, അത് എവിടെയാണോ ഒരുക്കിയത്? ഘർക്കെ പൂരേ അന്തരാൾമേം, അന്തരാൾ എന്ന് പറഞ്ഞാൽ ജഗഹ്, സ്ഥലം. വീട്ടിലെ മുഴുവൻ സ്ഥലത്തും പ്ലാസ്റ്റിക് പൂക്കളാക്കി, ഒറിജിനൽ പൂക്കൾ മാറ്റിയിട്ട് മുഴുവൻ സ്ഥലത്തും പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്ന് അദ്ദേഹം അലങ്കരിച്ചു.
ദിൻ ബീത്തെ ദിവസങ്ങൾ കടന്നുപോയി, മഹീനെ ബീത്തെ മാസങ്ങൾ കടന്നുപോയി, മൂസം ബീത്തെ കാലാവസ്ഥകളും കടന്നുപോയി. സാരാ ഘർ ഏക രസ് ഇൻ രംഗോമേ ഡൂബാരഹ. പക്ഷേ വീട്ടിൽ മാത്രം എന്ത് സംഭവിച്ചു? എപ്പോഴും ഒരേപോലെയാണ് വീടിരുന്നത്. ഈ നിറങ്ങൾ കൊണ്ട് വീട് എപ്പോഴും ഒരുപോലെ കാണപ്പെട്ടു. യാതൊരു വ്യത്യാസവും വീടിന് ഉണ്ടായില്ല. എപ്പോഴും ഒരേ നിറങ്ങളിലാണ് വീട് കാണപ്പെട്ടത്. ഞാനതിൻ്റെ ആശയം കൂടെ പറഞ്ഞുതരാം. ഘർ പഹുഞ്ച് കർ കവീനെ उन असली फूलों को उखाड़ कर फेंक दिया, उन्हें अपने आंगन से हटा दिया और बाजार के प्लास्टिक फूलों को ही घर के भीतर सजा दिया. क्या किया? बाजार के प्लास्टिक फूलों को ही घर के भीतर सजा दिया. മാർക്കറ്റിലെ ആ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് തന്നെ വീടിൻ്റെ ഉൾവശം മുഴുവൻ അലങ്കരിച്ചു. ദിൻ മഹീനെ ഓർ മൗസം ബീത്തേ ഗയേ. മാസങ്ങളും ദിവസങ്ങളും മാസങ്ങളും കാലാവസ്ഥകളും കഴിഞ്ഞുപോയി. और कवि का सारा घर उन बनावटी दिखावटी रंगों में ही डूबा रहा. कवि के घर को क्या हुआ? कवि का सारा घर उन बनावटी दिखावटी रंगों में ही डूबा रहा. ആ കൃത്രിമമായി ഉണ്ടാക്കിയ ആ നിറങ്ങളിൽ കവിയുടെ വീട് മുഴുവൻ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. हवाओं ने कहा हमें गंध चाहिए, मैं चुप रहा. मधुमक्खियों ने कहा हमें रस चाहिए, मैं चुप रहा. तितलियों ने कहा हमें कोमल स्पर्श चाहिए, मैं चुप रहा. माँ ने कहा मुझे पूजा के लिए फूल चाहिए, मैं चुप रहा. पत्नी ने कहा मुझे वेणी के लिए फूल चाहिए, मैं चुप रहा. അതായത് കവി കൃത്രിമമായ പൂക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കവിക്ക് ചുറ്റുപാടുകളോട് എങ്ങനെയാണ് മറുപടി പറയേണ്ടി വന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൃത്രിമ പൂക്കളായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കൃത്രിമ പൂക്കൾക്ക് ഗന്ധമില്ലല്ലോ. അപ്പോൾ കവിക്ക് ചുറ്റുമുള്ള കാറ്റിൽ എപ്പോഴും നല്ല പൂക്കളായിരുന്നെങ്കിൽ ഗന്ധം കണ്ടേനെ ആ കാറ്റിന്, അല്ലേ? ഇപ്പോൾ ആ കാറ്റിൻ്റെ ഗന്ധമില്ല. അപ്പോൾ കാറ്റ് കവിയോട് പറഞ്ഞു ഹമേ ഗന്ധ ചാഹിയേ, എനിക്ക് സുഗന്ധം വേണം. മെൻ ചുപ്രഹ. കവിക്ക് അതിന് മറുപടിയില്ല. കാരണം പ്ലാസ്റ്റിക് പൂക്കൾക്ക് സുഗന്ധം കൊടുക്കാനുള്ള കഴിവില്ലല്ലോ. മധുമക്ഖിയംനെ കഹ ഹമേ രസ് ചാഹിയേ. വണ്ടുകൾ വന്ന് തേനീച്ചകൾ വന്ന് കവിയോട് പറഞ്ഞു ഞങ്ങൾക്ക് തേൻ വേണം. മെൻ ചുപ്രഹ. കവിക്കറിയാം പ്ലാസ്റ്റിക് പൂക്കൾക്ക് തേൻ കൊടുക്കാൻ കഴിവില്ലെന്നല്ലേ. കവി മിണ്ടാതിരുന്നു. തിത്തലിയംനെ കഹ ഹമേൻ കോമൾ സ്പർശിച്ചാഹി. പൂമ്പാറ്റകൾ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കോമളമായ സ്പർശനം വേണം. പൂക്കളുടെ ഇതളുകളിൽ വന്ന് ഇരിക്കുമ്പോൾ പൂമ്പാറ്റയ്ക്ക് പൂക്കളിൽ നിന്ന് കോമളമായ ഒരു സ്പർശനമാണ് ലഭിക്കുന്നത്, അല്ലേ? അതിപ്പോൾ കിട്ടുന്നുണ്ടോ പ്ലാസ്റ്റിക് പൂക്കളിൽ നിന്ന്? ഇല്ല. അപ്പോൾ ആ പൂമ്പാറ്റ അങ്ങനെ കവിയോട് പറഞ്ഞു. മേൻ ചുപ്രഹ. കവിക്ക് മറുപടിയില്ല. മാനെ കഹ മുച്ചേ പൂജാക്കിലേ ഫൂൽ ചാഹിയേ. അപ്പോൾ പ്രകൃതിയിലെ വസ്തുക്കൾ മാത്രമല്ല വീട്ടിലുള്ളവരും കവിക്കെതിരായിട്ട് തിരിയുവാണ്. അമ്മ പറഞ്ഞു എനിക്ക് പൂജയ്ക്ക് വേണ്ടി പൂക്കൾ വേണം. മേൻ ചുപ്രഹ. കവിക്ക് മറുപടിയില്ല. പൂജയ്ക്ക് പൂക്കൾ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒറിജിനൽ പൂക്കളില്ല. പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് പൂജ ആരും ചെയ്യില്ലല്ലോ. പത്നീനെ കഹ മുച്ചേ വേണിക്കല്ലേ ഫുൽ ചാഹിയേ. ഭാര്യ പറഞ്ഞു എനിക്ക് തലയിൽ ചൂടാനായിട്ട് പൂക്കൾ വേണം. തലമുടിയിൽ ആരും കൃത്രിമ പൂക്കൾ ചൂടില്ല, അല്ലേ? മേൻ ചുപ്രഹ. കവി പറയാണ് ഞാൻ അവിടെയും നിശബ്ദനായി. जब कवि उन फूलों को घर लाता है तो प्रकृति के विभिन्न तत्व उससे बात करते हैं और अपनी अपनी ज़रूरतें बताते हैं. കവി ഈ പൂക്കളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ത് ചെയ്തു? പ്രകൃതിക്ക് വിഭിന്ന തത്വ ഉസസെ ബാത് കർത്തേ ഹേ. പ്രകൃതിയിലെ വിവിധ തത്വങ്ങൾ വിവിധ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. और अपनी अपनी ज़रूरतें बताते हैं. वे क्या करते हैं? अपनी अपनी ज़रूरतें बताते हैं. क्या क्या है वे? देखो हवाएं कहती है कि उन्हें फूलों के गंध या खुशबू चाहिए. वायु പറഞ്ഞു उन्हें क्या चाहिए? फूलों के गंध चाहिए, खुशबू चाहिए. मधुमक्खियाँ क्या कहती है? मधुमक्खियाँ कहती है कि उन्हें फूल से रस चाहिए. रस मीन्स ഹണി, തേൻ, അല്ലേ? അവയ്ക്ക് പൂക്കളിൽ നിന്ന് തേൻ വേണമെന്ന് പറഞ്ഞു. തിത്തലിയ എന്ന് പറഞ്ഞാൽ ചിത്രശലഭങ്ങളാണ് കേട്ടോ. തിത്തലിയാൻ ക്യാ कहती है? തിത്തലിയാൻ कहती है कि उन्हें फूलों का कोमल स्पर्श चाहिए. കോമളമായ സ്പർശനം വേണം പൂക്കളിൽ നിന്നെന്നാണ് തിത്തലികൾ ആവശ്യപ്പെടുന്നത്. इन सभी सवालों के जवाब में कवि चुप रहता है, लेकिन इन सवालों के सामने कवि को कोई जवाब नहीं था. वो तो चुप रहता है. കവിക്ക് യാതൊരു മറുപടി ഇല്ലായിരുന്നു. അദ്ദേഹം നിശബ്ദം ഇരിക്കുകയാണ്. क्योंकि प्लास्टिक के फूल न तो खुशबू दे सकते हैं, न रस और न ही कोमल स्पर्श. क्योंकि कवि क्या जानते हैं? प्लास्टिक के फूल न तो खुशबू दे सकते हैं, न रस दे सकते हैं और न ही कोमल स्पर्श दे सकते हैं. फिर कवि के घर के लोग भी फूलों की ज़रूरत बताते हैं. तो प्रकृति के तत्वों के बाद
കവി കെ ഘർ കെ ലോഗ് ഭി ഫൂലോं की ज़रूरत बताते हैं. കവിയുടെ വീട്ടിലെ ആൾക്കാരും പൂക്കളുടെ ആവശ്യം പറയാൻ തുടങ്ങി. മാ कहती है कि उन्हें पूजा के लिए फूल चाहिए. हर दिन माँ पूजा करती है और पूजा के लिए उन्हें कैसी फूल चाहिए? असली फूल चाहिए. പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടത് ഒറിജിനൽ പൂക്കളാണ്, പ്ലാസ്റ്റിക് പൂക്കളൊന്നും അല്ലല്ലേ. और पत्नी कहती है कि उन्हें अपने बालों में लगाने और मालाएं बनाने के लिए फूल चाहिए. और कवि की पत्नी को क्या चाहिए? उन्हें भी फूल चाहिए. किसके लिए? बालों में लगाने और मालाएं बनाने के लिए. തലമുടിയിൽ വയ്ക്കുന്നതിനും മാലകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി അവർക്കും പൂ വേണം. അതും പ്ലാസ്റ്റിക് പൂ പോരല്ലേ, ഒറിജിനൽ പൂ തന്നെ വേണം. इन बातों पर भी कवि चुप रहता है. लेकिन कवि ये सब सुनने पर क्या करता है? कवि चुप रहता है. കവിക്ക് ഒന്നും മിണ്ടാനില്ല, മറുപടിയില്ല അല്ലേ, മിണ്ടാതിരിക്കുന്നു. कारण क्या है? क्योंकि प्लास्टिक के फूल पूजा या श्रृंगार के काम नहीं आ सकते. കവിക്കറിയാം പ്ലാസ്റ്റിക് ഫൂൽ കൊണ്ട് ഒരുക്കങ്ങളൊന്നും നടക്കില്ല, പൂജയും നടക്കില്ല. लेकिन जब बच्चे ने कहा बापू मुझे फूल चाहिए फूलों की पहचान के लिए तो मैं चुप न रह सका. ഹൃദയ ഹാഹാകാർ കർ ഉഠാ. പക്ഷേ പിന്നെ എന്താണ് സംഭവിച്ചത്? അമ്മയും ഭാര്യയും ഒക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കം ഉണ്ടായില്ല. പക്ഷേ അവസാനം കുട്ടികൾ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബച്ചേനെ കഹ, കുട്ടി പറഞ്ഞു, മകനോ മകളോ ആയിരിക്കും. കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ്? ബാപ്പു മുച്ചേ ഫൂൽ ചാഹിയേ. അച്ഛാ, എനിക്ക് പൂക്കൾ കാണണം, പൂക്കൾ വേണം. ഫൂലോങ്കി പെഹച്ചാൻ കെല്ലി, എന്തിനാണ് എനിക്ക് പൂക്കൾ വേണ്ടിയത്? ഏത് പൂക്കളാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എനിക്ക് പൂക്കൾ കാണേണ്ടത് അല്ലേ. കടയിൽ നിന്ന് വാങ്ങുന്ന പൂവ്, പ്ലാസ്റ്റിക് പൂവെല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് പൂക്കളെ തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. പൂക്കളെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ഗന്ധം അല്ലെങ്കിൽ നിറം ഒക്കെ അനുഭവിക്കണം അല്ലേ. ആകൃതി, ഗന്ധം, നിറം ഒക്കെ അനുഭവിച്ചാണ് പൂക്കളെ തിരിച്ചറിയുന്നത്. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് പൂക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂക്കൾ വേണമെന്ന് പറഞ്ഞു. കവിയുടെ വല്ലതും ഉണ്ടോ? ഇല്ല. തോമ്മയും ചുപ് നരഹസക. ഇപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ അല്ലേ. ബാക്കി ആരുടെയൊക്കെ മുമ്പിൽ മസിൽ പിടിച്ചു നിന്നാലും മക്കളുടെ മുമ്പിൽ അച്ഛനമ്മമാർ തോറ്റുപോകും, പ്രത്യേകിച്ചും അച്ഛന്മാർ അല്ലേ. ഹൃദയ ഹാഹാകാർ കറുഢ. അദ്ദേഹത്തിൻ്റെ ഹൃദയം കുത്തി നോവിക്കപ്പെടാൻ തുടങ്ങി. ഹാഹാകാർ കർണ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക എന്നാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ തേങ്ങലുകൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഹൃദയം വേദനിച്ചു. ഹായ് മേനെ ക്യാ കർദിയ അദ്ദേഹം വീണ്ടും മറിച്ച് ചിന്തിക്കുകയാണ്. മേനെ ക്യാ കർദിയ, ഞാനിതെന്താണ് ചെയ്തത്? ബച്ചി ഫൂലോങ്കി പെഹച്ചാൻസെ വഞ്ചിത് ഹോകയെ. എൻ്റെ കുട്ടികൾക്ക് പൂക്കൾ തിരിച്ചറിയുന്ന കാര്യം നിഷേധിക്കപ്പെട്ടല്ലോ. മേനെ പ്ലാസ്റ്റിക്കൊക്കെ സാരേ ഫൂൽ തോട് ഡാലെ. ഞാൻ അകത്തോട്ട് കയറിച്ചെന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളെല്ലാം പൊട്ടിച്ചെറിഞ്ഞു. ഓർ ഫാവടാ ലേക്കർ. അതിനുശേഷം ഒരു തൂമ്പ എടുത്തുകൊണ്ട് വന്നു. അപ്പനെ ആങ്കൻകി മിട്ടീസെ ജൂച്ചിനെ ലഗ. എൻ്റെ മുറ്റത്തെ ആ മണ്ണുമായിട്ട് ഞാൻ മല്ലടിക്കാൻ തുടങ്ങി. മിട്ടി മുസ്കരായി, മണ്ണ് പുഞ്ചിരിക്കാൻ തുടങ്ങി. ഹവാ കിൽക്കിലായി, വായു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ജൽ കൽ 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 ഗാനിലക. ജലമാണെങ്കിലോ ആ കളകളനാദത്തോടുകൂടി പാട്ട് പാടാനായി തുടങ്ങി. നമുക്ക് ഇനി ഇതിൻ്റെ ചോദ്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ജൈസെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ ഇസ് പർ അപ്നാ മത് പ്രകട് കരേ. കാലാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ വസന്തകാലം വന്നു. ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ. കാലാവസ്ഥ അല്ലെങ്കിൽ കാലമാകുന്നതിന് മുമ്പ് തന്നെ വസന്തം വന്നു. ഈ ഒരു പ്രസ്താവനയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പ്രസ്താവനയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം? जैसे बिना मौसम बहार आ गई हो इस पर अपना मत प्रकट करे. यह वाक्यांश बाजार में बिकने वाले प्लास्टिक के फूलों की सुंदरता और उनके अप्राकृतिक होने का वर्णन करता है. ഈ വാക്യാംശം നമ്മളോട് പറയുന്നത് ബാസാർമേ ബിക്കനെ വാലെ പ്ലാസ്റ്റിക് കെ ഫൂലോं की സുന്ദരത, മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന പ്ലാസ്റ്റിക് പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവർ ഉൻകെ അപ്രാകൃതിക ഹോനേക്ക വർണ്ണൻ കർത്താ ഹെ, അവ പ്രകൃതിയിൽ നിന്നുള്ളതല്ല എന്ന കാര്യത്തെക്കുറിച്ചുമാണ് ഇത് വർണ്ണിക്കുന്നത്. ഇസ്കാ മതലബ് ഹെ കി യേ ഫൂൽ ബിനാ കിസി മൗസം യാ പ്രാകൃതിക് പ്രക്രിയക്കെ ഹമേശ ഖിൽ രഹത്തെ ഹെ. ഇതിൻ്റെ അർത്ഥം ഈ പൂക്കൾ ബിനാ കിസി മൗസം, കാലാവസ്ഥയൊന്നും അവയ്ക്ക് ബാധകമല്ല. യാ പ്രാകൃതിക് പ്രക്രിയ, പ്രകൃതിയിലെ മറ്റ് കാര്യങ്ങളൊന്നും അവയെ ബാധിക്കുന്നില്ല. വെള്ളവും വളമൊന്നും അവയ്ക്ക് വേണ്ട. ഹമേശ ഖിൽ രഹത്തെ ഹെ, ഇതൊന്നുമില്ലെങ്കിലും ഈ പൂക്കൾ എപ്പോഴും വിരിഞ്ഞു തന്നെ ഇരിക്കുന്നു. ടിക് വൈസേ ഹി ജയ്സെ ബിനാ മൗസം കെ വസന്ത് ആകയാഹോ. അത് കണ്ടാൽ എന്ത് തോന്നും? കാലാവസ്ഥ
കാലം വരുന്നതിന് മുമ്പ് തന്നെ വസന്തകാലം എത്തിയതുപോലെയാണ് തോന്നുന്നത്. ബനാവട്ടി സുന്ദരതാക്കോ ദർശാത്താഹെ, ഇത് കൃത്രിമമായ ഒരു സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ജോ അസ്ലി നഹി ഹോത്തി, ഈ സൗന്ദര്യം യഥാർത്ഥത്തിൽ ഉള്ളതല്ല. तो जैसे बिना मौसम बहार आ गई हो, इस पर अपना मत प्रकट करे. एक वाक्यांश बाजार में बिकने वाले प्लास्टिक के फूल की सुंदरता और उनके अप्राकृतिक होने का वर्णन करता है. इसका मतलब है कि ये फूल बिना किसी मौसम या प्राकृतिक प्रक्रिया के हमेशा खिल रहते हैं, ठीक वैसे ही जैसे बिना मौसम के वसंत आ गया हो. एक बनावटी सुंदरता को दर्शाता है जो असली नहीं होती. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഏക് ഹി ഭാവ് സെ ഹമേശ ദഹക്കത്തെ രഹത്തെ ഹെ യേ ഫൂൽ കവിനെ ഐസ ക്യോം കഹാ ഗയാ ഹെ. ഒരേ ഭാവത്തിൽ ഈ പൂക്കൾ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഏക് ഹി ഭാവ് സെ ഹമേശ ദഹക്കത്തെ രഹത്തെ ഹെ യേ ഫൂൽ കവിനെ ഐസ ക്യോം കഹാ. കവിനെ ഐസ इसलिए कहा होगा क्योंकि प्लास्टिक के फूलों में जीवन नहीं होता. ഒരേ ഭാവത്തിൽ എപ്പോഴും ഈ പൂക്കൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എന്തുകൊണ്ടാണ് കവി പറഞ്ഞത്? കവി ഇങ്ങനെ പറഞ്ഞത് കാരണമുണ്ട്. എന്താണ് കാരണം? പ്ലാസ്റ്റിക് കെ ഫൂലോമേൻ ജീവൻ നഹി ഹോത്ത, പ്ലാസ്റ്റിക് പൂക്കൾക്ക് ജീവനില്ല. വേ ഹമേശ ഏക് ഹി ആകാർ രംഗ് അവർ രൂപമേൻ രഹത്തെ ഹെ, അവ എപ്പോഴും ഒരേ ആകൃതിയിലും നിറത്തിലും രൂപത്തിലുമാണ് കാണപ്പെടുന്നത്. വേ നാത്തോ മുർച്ചാത്തേ ഹെ അവർ നഹി ബദൽത്തേ ഹെ, അവ വാടുന്നില്ല, അവ ഒരിക്കലും മാറുന്നുമില്ല. ജബ്കി അസലി ഫൂൽ സമയക്കെ സാത്ത് ഖിൽത്തേ ഹെ, എന്നാൽ യഥാർത്ഥ പൂക്കളോ ഓരോ സമയത്തിനനുസരിച്ച് വിരിയുന്നു. ബെഡ്ത്തേ ഹെ, അവ വളരുന്നു. और मुरझाते हैं, അവ വാടിപ്പോവുകയും ചെയ്യുന്നു. इसलिए प्लास्टिक के फूलों में कोई जीवन या भावना नहीं होती, वे हमेशा एक ही बेजान भाव से खिल रहते हैं. എന്നാൽ പ്ലാസ്റ്റിക് പൂക്കളിൽ എപ്പോഴും कोई जीवन या भावना नहीं होती, ജീവനോ അല്ലെങ്കിൽ അവയ്ക്ക് യാതൊരു വികാരങ്ങളോ ഇല്ല. വേ ഹമേശ ഏക് ഹി ബേജാൻ ഭാവ് സെ ഖിലേ രഹത്തെ ഹെ, അവ എപ്പോഴും ജീവനില്ലാത്ത ഒരു ഭാവത്തിൽ വിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. സാരാ ഘർ ഏകരസ് ഇൻ രംഗോമേൻ ഡൂബാ രഹ, ഇസ്കാ മതലബ് ക്യാ ഹെ. വീട് മുഴുവൻ ഒരേപോലെ ഈ നിറങ്ങളിൽ മുങ്ങിപ്പോയി. ഇതിൻ്റെ അർത്ഥം എന്താണ്? इसका मतलब है कि कवि ने अपने घर में सिर्फ बाजार के बनावटी और रंगीन फूल सजा रखे थे. ഇതിൻ്റെ അർത്ഥം ഇതാണ്, കവി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കൃത്രിമമായ നിറമുള്ള പൂക്കൾ മാത്രം വെച്ചിരുന്നു. जिसकी वजह से उनका पूरा जीवन और सोच दिखावे और बनावटीपन में फर्क गई. ഇത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ ഒരുതരം കൃത്രിമത്വം നിറഞ്ഞതായി മാറി. വേ അസലി ഫൂലോങ്കി പ്രാകൃതിക് സുന്ദരത അവർ ജീവൻ കോ ഫൂൽ ഗയേ ഥേ. അദ്ദേഹം യഥാർത്ഥ പൂക്കളുടെ ആ പ്രാകൃതികമായ സൗന്ദര്യം അല്ലെങ്കിൽ അവയുടെ ജീവനെ അദ്ദേഹം മറന്നുപോയി. കവി കാ പൂരാ ഘർ അവർ ജീവൻ സിർഫ് ഉൻ ബനാവട്ടി ബേജാൻ പ്ലാസ്റ്റിക് ഫൂലോങ്കെ രംഗോമേ ഹി ഡൂബ രഹ. കവിയുടെ വീട് മുഴുവൻ അതുപോലെ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ആ കേവലം കൃത്രിമമായ ജീവനില്ലാത്ത ആ പ്ലാസ്റ്റിക് പൂക്കളുടെ നിറം കൊണ്ട് മുങ്ങിപ്പോയി. കവിനെ അസലി ജീവൻ കി സുന്ദരത ചോഡ്കർ ദിഖാവട്ടി ദുനിയാക്കോ അപ്ന ലിയാ ഥാ. കവി യഥാർത്ഥ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ഉപേക്ഷിച്ച് കൃത്രിമത്വത്തിൻ്റെ ലോകത്തെയാണ് സ്വന്തമാക്കിയത്. ഇതാണ് അതിൻ്റെ ആശയം. അടുത്ത ചോദ്യം. ഹവ, മധുമക്കി, തിത്തലി ആദ്യ പ്ലാസ്റ്റിക് കെ ഫൂലോം സെ ക്യോം അസന്തുഷ്ട ഹെ. വായുവും തേനീച്ചകളും ചിത്രശലഭങ്ങളും പ്ലാസ്റ്റിക് പൂക്കൾ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? നമുക്കറിയാം കാരണം എന്താണെന്നല്ലേ. വേ ഇസ്ലിയെ അസന്തുഷ്ട ഹെ ക്യോംകി പ്ലാസ്റ്റിക് കെ ഫൂൽ കേവൽ ദിഖനെ മേ സുന്ദർ ഹോത്തേ ഹെ. അവർ അസന്തുഷ്ടരാകാൻ കാരണം എന്താണ്? പ്ലാസ്റ്റിക് പൂക്കൾ കാണാൻ മാത്രമേ അവയ്ക്ക് സൗന്ദര്യമുള്ളൂ. ലേക്കിൻ ഉന്മേം വോ ഗുൺ നഹി ഹോത്തേ ജോ പ്രാകൃതിക് ഫൂലോമേ ഹോത്തേ ഹെ. പ്രകൃതിയിലെ പൂക്കളിലുള്ള യാതൊരു ഗുണങ്ങളും അവയ്ക്കില്ല. ഹവാക്കോ ഉൻസെ ഖുശ്ബു നഹി മിൽത്തി. വായുവിന് അവയിൽ നിന്ന് സുഗന്ധം ലഭിക്കുന്നില്ല. മധുമക്കിയോങ്കോ രസ് നഹി മിൽത്ത. തേനീച്ചകൾക്ക് തേൻ ലഭിക്കുന്നില്ല. തിത്തലിയോങ്കോ കോമൾ സ്പർശ നഹി മിൽത്ത. ചിത്രശലഭങ്ങൾക്ക് കോമളമായ സ്പർശനവും ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം. बच्चा फूलों की पहचान करना चाहता है, यहाँ बच्चे का कौन सा मनोभाव प्रकट होता है? കുട്ടികൾ പൂക്കളെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കുട്ടികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്?
बच्चों का मनोभाव ജിജ്ഞാസ और सीखने की इच्छा का है. കുട്ടികളുടെ പൊതുവായ മനോഭാവം എന്ന് പറയുന്നത് ജിജ്ഞാസയും പഠിക്കാനുള്ള ആഗ്രഹമാണ് അല്ലേ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം, सीखने की इच्छा എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹം. ഇത് പൊതുവെ കുട്ടികളുടെ സ്വഭാവമാണ്. वह फूलों को छूकर सूंघकर और देखकर उनके बारे में जानना चाहता है. കുട്ടികൾ പൂക്കളെ തൊട്ടു നോക്കി മണത്തു നോക്കി അല്ലെങ്കിൽ കണ്ടിട്ട് അവയെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓ സിർഫ് ദിഖാവട്ട് നഹീം ബൽക്കി ഫൂലോं की असली प्रकृति को समझना चाहता है. അവർ വെറുതെ കൃത്രിമമായ പൂക്കളെ കാണാനല്ല ആഗ്രഹിക്കുന്ന, മറിച്ച് പൂക്കളുടെ യഥാർത്ഥ രീതി, യഥാർത്ഥ പ്രകൃതി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ജോ കേവൽ പ്രാകൃതിക് ഫൂലോ മഹി ഹോത്തി ഹേ. ആ പൂക്കളുടെ യഥാർത്ഥ സ്വഭാവങ്ങളുള്ളത് കൃത്രിമ പൂക്കളിലല്ല, പ്രാകൃതികമായ പൂക്കളിലാണ് ഉള്ളത്. അവയെക്കുറിച്ച് അറിയാനായിട്ടാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മൾ എക്സർസൈസിലേക്ക് വരുന്നു. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കവിതയ്ക്ക് വിശേഷ ശൈലിയോങ്കോ പഹചാനെ അവർ ലിഖേ. കവിതയിൽ കുറേ വിശേഷപ്പെട്ട ശൈലികളുണ്ട്, അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. കവിതയ്ക്ക് വിശേഷ ശൈലിയോങ്കോ പഹചാനെ ലിഖേ. അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ബിന മൗസം ബഹാറാന. കാലാവസ്ഥ ആകുന്നതിന് മുമ്പ് തന്നെ വസന്തം വരിക, വസന്തകാലമാകുന്നതിന് മുമ്പ് തന്നെ വസന്തകാലത്തെ പോലെ പൂക്കൾ വിടുക എന്നുള്ള അർത്ഥമാണല്ലേ. ഇങ്ങനത്തെ വേറെ ശൈലികൾ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ആംഖോമേ മുതർഗിയെ ചുഫനെ വാലേസേ. കണ്ണുകളിലേക്ക് ഇറങ്ങി വന്നു കുത്തിക്കയറുന്നത് പോലെ. അതൊരു ശൈലിയാണല്ലേ. അടുത്തത് സാരാഖർ ഏക് രസ് ഇൻ രംഗോമേ ഡൂബാരഹന. വീട് മുഴുവൻ ഒരേപോലെ ഈ നിറങ്ങളിൽ മുങ്ങിത്താഴുക. സാരാഖർ ഏക് രസ് ഇൻ രംഗോമേ ഡൂബാരഹന. അടുത്തത് ഹൃദയ ഹാഹാകാർ കർണേലക. ഹൃദയം വേദനിക്കുക എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്ന ശൈലിയാണ് ഹൃദയ ഹാഹാകാർ കർണേലക. അടുത്തതോ ആങ്കൻ കി മിട്ടി സേ ജൂച്ഛന. മുറ്റത്തിറങ്ങിയ മണ്ണ് കിളയ്ക്കുന്നതിന് അദ്ദേഹം പറഞ്ഞെന്താണ്? ആങ്കൻ കി മിട്ടി സേ ജൂച്ഛന. ജൂച്ഛന എന്ന് പറഞ്ഞാൽ സംഘർഷകരനാണെന്നാണ് അല്ലേ. ചെറിയ സംഘർഷം വേണം അല്ലേ. പെട്ടെന്ന് ചെന്ന് കളിച്ചാലൊന്നും മണ്ണ് ഇളകില്ല, അല്പം ബുദ്ധിമുട്ടൊക്കെ വേണം അല്ലേ. അതാണ് ഈ ശൈലി ഉപയോഗിക്കാനുള്ള കാരണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കവിതയ്ക്ക് ആധാർ പർ പൂർത്തീകരെ. കവിതയെ ആധാരമാക്കി പൂർത്തീകരിക്കുക. ഉദ്യാൻ എന്നൊരു വട്ടം കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിന് ചുറ്റും 2 വട്ടങ്ങളാണ്. പ്ലാസ്റ്റിക് ക ഉദ്യാൻ, അസലി ഉദ്യാൻ. പ്ലാസ്റ്റിക് ഉദ്യാനമാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അസലായിട്ടുള്ള ഉദ്യാനമാണെങ്കിൽ എങ്ങനെയായിരിക്കും. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉദ്യാനത്തിൽ ഗന്ധ് നഹീം, ഗന്ധമില്ല. അപ്പോൾ അസലി ഉദ്യാനൻ്റെ സ്ഥാനത്ത് നമുക്ക് ഗന്ധ് ഹേ, ഗന്ധമുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ വ്യത്യാസങ്ങൾ എഴുതാനായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ക ഉദ്യാൻ, കൃത്രിം ഫൂൽ, നക്കലി സൗന്ദര്യ, ബിനാ സുഗന്ധ, ബിനാ രസ്, കേവൽ സജാവട്ട്. അസലി ഉദ്യാൻ എന്നാൽ യഥാർത്ഥ ഉദ്യാനമാണെങ്കിലോ പ്രാകൃതിക് ഫൂൽ, പ്രകൃതിയിൽ നിന്നുള്ള പൂക്കൾ, സുഗന്ധിത വാതാവരൺ, നല്ല സുഗന്ധമുള്ള അന്തരീക്ഷം, താസകി, നല്ല ഫ്രഷ്നെസ്, പുതുമ, പക്ഷിയോങ്കി ചക്ചഹാൻ, പക്ഷികളുടെ ചിലപ്പ്, ജീവൻദായി, അതുപോലെ നല്ല ജീവനുള്ള ഒരു അന്തരീക്ഷം. नीचे दिए वाक्य पढ़े രേഖാംഗത ശബ്ദം पर ध्यान दे. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് അടിയിൽ വരയിട്ട പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹമേം ഫൂലോं की गंध चाहिए. ഞങ്ങൾക്ക് പൂക്കളുടെ സുഗന്ധം വേണം. മുझे बेणी के लिए फूल चाहिए. എനിക്ക് തലമുടിയിൽ ചൂടാൻ പൂക്കൾ വേണം. ഹമേം രസ് चाहिए. ഞങ്ങൾക്ക് തേൻ വേണം. അതായത് വേണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എല്ലാം चाहिए എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഐസ വാക്യ കവിതാസെ ചുൻകർ ലിഖേ. വേറെയും ഇതുപോലെ വാക്യങ്ങൾ കവിതയിലുണ്ട്, അതൊന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നോക്കൂ. ഹമേം കോമൾ സ്പർശ ചാഹിയെ. ഞങ്ങൾക്ക് കോമളമായ സ്പർശനം വേണം. മുझे പൂജാ കെ ലിയെ ഫൂൽ ചാഹിയെ. എനിക്ക് പൂജയ്ക്ക് വേണ്ടി പൂക്കൾ വേണം. മുझे ബേണി കോ സജാനെ കെ ലിയെ ഫൂൽ ചാഹിയെ. എനിക്ക് തലമുടി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പൂക്കൾ വേണം. ഇനി കുട്ടി എന്താണ് പറഞ്ഞത്? മുझे അസ്ലി പഹചാൻ കെ ലിയെ ഫൂൽ ചാഹിയെ. എനിക്ക് യഥാർത്ഥ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി പൂക്കൾ വേണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചർച്ച കരേൻ ടിപ്പണി ലിഖേ. നമുക്ക് ചർച്ച ചെയ്ത ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ അപ്നി സുവിധാ കെ ലിയെ പ്രകൃതി സെ അലഗ് രഹത്തെ ഹേ. മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിന്ന് മാറി ജീവിക്കുന്നു. എന്താണ് മനുഷ്യൻ്റെ സൗകര്യം എന്ന് പറയുന്നത്? കൈകാലുകളിൽ മണ്ണൊന്നും പറ്റരുത്, അതുപോലെ ശരീരത്തിന് വേർപ്പൊന്നും ഉണ്ടാകരുത്, അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് മനുഷ്യനെ ഉദ്ദേശിക്കുന്നത് അല്ലേ. കവിത के आधार पर इस पर विचार करें और विश्लेषणात्मक टिप्पणी लिखे. ഈ കവിതയെ ആധാരമാക്കി ഈ ഒരു ചിന്താഗതിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ आज कृत्रिम साधनों और वस्तुओं पर अधिक निर्भर हो गया है.
മനുഷ്യൻ ഇന്ന് കൃത്രിമമായ സാധനങ്ങളിലും വസ്തുക്കളിലുമാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. उसने प्राकृतिक उद्यानों और फूलों की जगह प्लास्टिक के फूलों और कृत्रिम चीज़ों को अपना लिया है. അവർ പ്രകൃതിയിൽ ഉള്ള ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ പൂക്കൾ അതിൽ നിന്നൊക്കെ മാറി അതിൻ്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് പൂക്കൾ അല്ലെങ്കിൽ കൃത്രിമ വസ്തുക്കളെയാണ് കൂടുതൽ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത്. ഇസസെ മനുഷ്യ പ്രകൃതി സെ ദൂർ ഹോതാ ജാ രഹാ ഹൈ. ഇതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വളരെയധികം അകന്നു പോകുന്നു. कविता में हमें सिखाती है कि हमें असली फूलों असली बाग बगीचों और प्राकृतिक सौंदर्य को अपनाना चाहिए. കവിതയിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ യഥാർത്ഥ പൂക്കൾ അല്ലെങ്കിൽ യഥാർത്ഥ തോട്ടങ്ങളെ അല്ലെങ്കിൽ യഥാർത്ഥ പൂന്തോട്ടങ്ങളെ നമ്മൾ ഉണ്ടാക്കണം. അവർ പ്രാകൃതിക് സൗന്ദര്യമൊക്കെ അപ്നാനാ ചാഹിയെ. അങ്ങനെ പ്രകൃതിയിലെ സൗന്ദര്യത്തെ നമ്മൾ സ്വന്തമാക്കണം. ക്യോങ്കി യഹി ജീവൻ മേ സച്ചി ഖുശി ഓർ താസി ദേത്തെ ഹെ. കാരണം പ്രകൃതിയിൽ നിന്നുള്ള സൗന്ദര്യമാണ് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും പുതുമയും നമുക്ക് നൽകുന്നത്. ഇനി ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹരിയാലി കി ചാവുമേം ഇകായി കെ ആധാർ പർ സഹി പ്രസ്താവ ചുൻകർ ലഹെ. ഹരിയാലി കി ചാവുമേം എന്നുള്ള ഈ യൂണിറ്റിനെ ആധാരമാക്കി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രകൃതി കാ സാത്ത് ദേനെ കെ ലിയെ ഹമേ സാച്ച കദം ഉഠാന ചാഹിയെ. പ്രകൃതിക്ക് ഒപ്പം നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ശരിയായ ചുവടുവയ്പ്പുകൾ നടത്തണം. ശരിയല്ലേ? അത് ശരിയായ പ്രസ്താവനയാണല്ലേ. മനുഷ്യ പ്രകൃതിമേ അപ്പനി ഇച്ഛാക്ക് അനുസാർ ജീ സക്തേ ഹേ. മനുഷ്യന് പ്രകൃതിയിൽ അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. ശരിയാണോ? ഇല്ല, അവനിഷ്ടപ്പെട്ടതുപോലെ തന്നെ പ്രകൃതിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലേ. ബാക്കിയുള്ള ജീവജാലങ്ങളെയും ഒക്കെ അവൻ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്റിക് കാ ഇസ്തമാൽ കർത്തേ സമയം ഹമേ സാവധാനി ബർത്തനി ചാഹിയെ. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയായ കാര്യമാണല്ലേ. खूब पेड़ लगाने से पर्यावरण की सारी समस्याएं हल हो जाएगी. നന്നായിട്ട് മരം വെച്ച് പിടിപ്പിച്ചാൽ അന്തരീക്ഷത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ശരിയാണോ? അല്ല, മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മാത്രമൊന്നും ആയില്ലല്ലേ. ആ മരം വെട്ടാതിരിക്കണം. അതുപോലെ തന്നെ കൃത്രിമമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് വഴിയുള്ള അന്തരീക്ഷ മലിനീകരണം തടയുകയും കൂടെ വേണം. മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല. അടുത്തത്, ഹമാരെ ഘർ കെ അവശിഷ്ടവും കാ സംസ്കരൺ സിർഫ് പ്രശാസൻ കാ ദായിത്വ ഹേ. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണോ? അല്ല, സർക്കാരിന് അതിൻ്റെ ഒരു പങ്കുണ്ടെന്നുള്ളതേ ഉള്ളൂ. സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കും ഉണ്ട്. പ്രകൃതി മേ സഭി ജീവജന്തുക്കോ സഹഭാവസേ ജീന ചാഹിയെ. പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും സമഭാവനയോടുകൂടി ജീവിക്കണം. അത് ശരിയായ കാര്യമാണല്ലേ. ഓരോ ജീവിക്കും പ്രകൃതിയിൽ അതതിൻ്റെ സ്ഥാനമുണ്ട്, അത് അംഗീകരിക്കണം അല്ലേ. പ്രാണിയോं के स्वस्थ जीवन के लिए स्वच्छता को बनाए रखना है. ജീവജാലങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് നമ്മൾ നല്ല വൃത്തിയായി അന്തരീക്ഷം സൂക്ഷിക്കണം. ശരിയല്ലേ? അന്തരീക്ഷം മലിനമാകാതെ സൂക്ഷിച്ചാലും ജീവജാലങ്ങൾ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുകയുള്ളൂ. പ്രാകൃതിക് സംസാധനോं का इस्तेमाल अपनी सुख सुविधाओं के अनुसार करना है. പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ അവയുടെ ഉപയോഗം നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് അനുസരിച്ച് നടത്താം. അങ്ങനെയുണ്ടോ? ഇല്ല, നമ്മുടെ സുഖസൗകര്യങ്ങൾക്കനുസരിച്ചൊന്നും നടത്താൻ പാടില്ല. ഏറ്റവും മിനിമലിസ്റ്റായിട്ട് നമ്മുടെ പ്രകൃതിയിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ പാടുള്ളൂ. പ്രകൃതിക്ക് അപ്നിയേക്ക് സന്തുലിത വ്യവസ്ഥ ഹെ ജിസെ ബനായ രഹേ. പ്രകൃതിക്ക് സ്വന്തമായ ഒരു സന്തുലനാവസ്ഥയുണ്ട്, അതിനെ നമ്മൾ നിലനിർത്തണം. ശരിയായ കാര്യമാണല്ലേ. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഈ യൂണിറ്റിൽ ഇനി നമുക്ക് ശേഷിച്ചിരിക്കുന്നത് ഇക്കായി മുഖപൃഷ്ഠക്ക് കവിയത്രി പുഷ്പ മേഖല. ഈ യൂണിറ്റിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്ന ഒരു കവിയത്രിയുടെ ചിത്രം നിങ്ങൾ കണ്ടു കാണും അല്ലേ. പുഷ്പ മേഖല എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കൂടെ തന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വായിച്ചേക്കാം. ഉസ്കാ ജന്മ 10 ജൂൺ 1941. അവർ ജനിച്ചത് 1941 ജൂൺ 10-ാം തീയതിയാണ്. പുഷ്പ മേഖല കാ ജന്മ ഉത്തർപ്രദേശ് കെ മൗരാവാം ഗാവ് മേ ഹുവ. അവർ ജനിച്ചത് ഉത്തർപ്രദേശിലെ മൗരാവാം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. വിഭിന്ന പത്രപത്രികാവുമേയും കവിതായും ബാലകവിതായും ക്ഷണിക ഹൈക്കു ആദി പ്രകാശിത് ഹേ. പല പത്രമാസികളിലായിട്ട് കവിതകളും ബാലകവിതകളും ഹൈക്കു ഒക്കെ അവർ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്നാരാഗ് അഞ്ചുവ ആകാശ് റഷ കവി സംഗ്രഹ് സാഗർമൻ ഹൈക്കു കവി സംഗ്രഹ് ആദി ഉൻകി പ്രസിദ്ധ രചനായ ഹേ. അവരുടെ പ്രസിദ്ധങ്ങളായ രചനകളുടെ പേരാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും തന്നെ തീർന്നിരിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത പാഠത്തിലെ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ.
നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. हर दिन नए सपने हम संग, खेल और कहानियों का है ये जहां, हंसी खुशी से